അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നിരുന്ന ഭാഗം എന്ന് പറയുന്നത് രാഷ്ട്രപതിമാരും പ്രത്യേകതകളുമാണ് അല്ലേ. അപ്പം അതിൽ നമുക്ക് അടുത്തതായിട്ട് ഗ്യാനി സെയിൽ സിംഗ് ആണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പം ജനനം എന്ന് പറയുന്നത് 1916 മെയ് 5 സദ്വൻ പഞ്ചാബിലാണ്. മരണം 1994 ഡിസംബർ 25. രാഷ്ട്രപതിയായ ഏഴാമത്തെ വ്യക്തിയാണ് രാഷ്ട്രപതിയായിട്ടുള്ള ഏഴാമത്തെ വ്യക്തിയാണ് ഗ്യാനി സെയിൽ സിംഗ്. ജ്ഞാനി എന്നറിയപ്പെടുന്ന രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ടുള്ള ഏക സിഖ് വംശജനാണ്. അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന വ്യക്തിയാണ്. പോക്കറ്റ് വീറ്റോ ആദ്യമായിട്ട് ഉപയോഗിച്ച ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. പോക്കറ്റ് വീറ്റോ ആദ്യമായിട്ട് ഉപയോഗിച്ചു. 1986 പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ലിലാണ് സെയിൽ സിംഗ് പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ചത്. ആർട്ടിക്കിൾ 111 പ്രകാരം. കാർ അപകടത്തിൽ കൊല്ലപ്പെട്ട രാഷ്ട്രപതിയാണ്. സെയിൽ സിംഗിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ഏകതാ സ്ഥലാണ് ഗ്യാനി സെയിൽ സിംഗിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം. ഇനി ആർ വെങ്കിട്ടരാമനാണ്. ജനനം 1910 മുതൽ ഡിസംബർ 4 മുതൽ രാജമഠം തഞ്ചാവൂർ തമിഴ്നാട്ടിലാണ് ജനിച്ചിട്ടുള്ളത്. മരണം 2009 ജനുവരി 27. രാഷ്ട്രപതി ആയിട്ടുള്ള 8ാമത്തെ വ്യക്തിയാണ്. ചൈന സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. അപ്പം ചൈന സന്ദർശിച്ചിട്ടുള്ള ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. തമിഴ്നാടിൻ്റെ വ്യവസായ ശില്പി എന്നറിയപ്പെടുന്ന രാഷ്ട്രപതി 2ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണ സമയത്തെ കേന്ദ്ര ധനമന്ത്രിയാണ്. അപ്പം 87 മുതൽ 92 വരെ ആയിരുന്നു കേട്ടോ രാഷ്ട്രപതി ആയിട്ടിരുന്നിരുന്നത്. വെങ്കിട്ടരാമൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ഏകതാ സ്ഥലമാണ്. ഗ്യാനി സെയിൽ സിംഗിൻ്റേതാണെങ്കിലും വെങ്കിട്ടരാമൻ്റേതാണെങ്കിലും അന്ത്യവിശ്രമ സ്ഥലം ഏകതാ സ്ഥലമാണ്. കേന്ദ്ര ധനകാര്യമന്ത്രിയായതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് ആർ വെങ്കിട്ടരാമൻ. കേന്ദ്ര ധനകാര്യമന്ത്രിയായതിനു ശേഷം രാഷ്ട്രപതിയായ 2ാമത്തെ വ്യക്തിയാണ് പ്രണബ് മുഖർജി. ഇനി പ്രധാന കൃതികളാണ് മൈ പ്രസിഡൻസ് ഇയേഴ്സ്, അതുപോലെ തന്നെ റിഫ്ലക്ഷൻ ഓഫ് ദ സ്റ്റേറ്റ്മാൻ. ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയാണ്. 92 മുതൽ 97 വരെയാണ് കാലഘട്ടം. 1918 ഓഗസ്റ്റ് 19 ഭോപ്പാലിലാണ് ജനനം. മരണം 1999 ഡിസംബർ 26. രാഷ്ട്രപതിയായിട്ടുള്ള 9ാമത്തെ വ്യക്തിയാണ് അദ്ദേഹം. ശങ്കർ ദയാൽ ശർമ്മയുടെ അന്ത്യവിശ്രമ സ്ഥലം കർമ്മഭൂമിയാണ്. കർമ്മ നോർത്തു വയ്ക്കുക, കർമ്മഭൂമി. പ്രധാന കൃതികൾ ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ 1992, ആസ്പെക്ട്സ് ഓഫ് ഇന്ത്യൻ തോട്ട്, ദ ഡെമോക്രാറ്റിക് പ്രോസസ്സ്, ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ, ഐഡിയാസ്, തോട്ട്സ്, ഇമേജസ്. KR നാരായണനാണ്. 1997 മുതൽ 2002 വരെയാണ്. ജനനം 1920 ഒക്ടോബർ 27 ഉഴവൂര്, കോട്ടയത്ത്. മരണമാണെങ്കിൽ 2005 നവംബർ 9. രാഷ്ട്രപതിയായിട്ടുള്ള 10ാമത്തെ വ്യക്തിയാണ് അദ്ദേഹം, KR നാരായണൻ. രാഷ്ട്രപതിയായ ഏക മലയാളിയാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ KR നാരായണനെതിരെ മത്സരിച്ച മലയാളിയാണ് TN ശേഷൻ. ഉപരാഷ്ട്രപതിയായ ഏക മലയാളിയാണ്. രാജ്യസഭാ ചെയർമാനായ ഏക മലയാളിയാണ്. KR നാരായണൻ്റെ മുഴുവൻ പേര് കൊച്ചേരിയിൽ രാമൻ നാരായണൻ. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതിയാണ്. ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതിയാണ്. ഏറ്റവും കൂടുതൽ വോട്ട് നേടി വിജയിച്ച രാഷ്ട്രപതി. അപ്പം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ മലയാളിയാണ് VR കൃഷ്ണയ്യർ. അത് 1987 വെങ്കിട്ടരാമനെതിരെയായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ രാഷ്ട്രപതിയാണ് KR നാരായണൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ രാഷ്ട്രപതി അബ്ദുൽ കലാമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുള്ള ആദ്യ രാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചാൽ അത് KR നാരായണനാണ്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ വോട്ട് ചെയ്തിട്ടുള്ള ആദ്യ രാഷ്ട്രപതി അത് അബ്ദുൽ കലാമാണ്. ഇന്ത്യ സ്വതന്ത്രം നേടിയതും റിപ്പബ്ലിക് ആയതിൻ്റെയും സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ രാഷ്ട്രപതിയായിരുന്നു. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ രാഷ്ട്രപതിയാണ്. ഏറ്റവും പ്രായം കൂടിയ രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയാകുന്ന സമയത്ത് KR നാരായണൻ്റെ പ്രായം 76 വയസ്സ് 271 ദിവസം. KR വെങ്കിട്ടരാമൻ്റെ പ്രായം 76 വയസ്സ് 233 ദിവസം. ഇന്ത്യയിൽ പ്രഥമ വനിതയായിട്ടുള്ള ആദ്യ വിദേശ വനിതയാണ് ഉഷ നാരായണൻ. മ്യാൻമറിൽ നിന്നുള്ളതാണ്. KR നാരായണൻ്റെ അന്ത്യവിശ്രമ സ്ഥലം കർമ്മഭൂമിയാണ്, ഉദയഭൂമി. അപ്പം ശങ്കർ ദയാൽ ശർമ്മയുടേതാണെങ്കിലും കർമ്മഭൂമിയാണ്. അതുപോലെ KR നാരായണൻ്റെ ആണെങ്കിലും കർമ്മഭൂമിയാണ്, ഉദയഭൂമി. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസിൻ്റെ ആർട്സ് സയൻസ് സ്ഥിതി ചെയ്യുന്നത് തെക്കുംതല, കോട്ടയത്ത്. ഇനി പ്രധാന കൃതികൾ ഇന്ത്യ അമേരിക്ക എസ്റ്റേഴ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിംഗ്, ഇമേജസ്, ഇൻസൈറ്റ്സ്. അതുപോലെ തന്നെ നെഹ്റു ഹിസ് വിഷൻ. ഇനി ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. 2002 ജൂലൈ മുതൽ 2007 ജൂലൈ വരെയായിരുന്നു. ജനനം 1931 ഒക്ടോബർ 15 രാമേശ്വരത്താണ് അല്ലേ, തമിഴ്നാട്. നമുക്ക് എല്ലാവർക്കും അറിയാം. മരണം 2015 ജൂലൈ 27 മുഴുവൻ പേര് അമുൽ പക്കീർ ജൈനുൽ ആബിദിൻ
അബ്ദുൽ കലാം എന്നായിരുന്നു. രാഷ്ട്രപതിയാകുന്ന 11ാമത്തെ വ്യക്തിയാണ് അല്ലേ, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 11ാമത്തെ വ്യക്തി രാഷ്ട്രപതിയാകുന്ന 11ാമത്തെ വ്യക്തിയായിരുന്നു. 12ാമത്തെ രാഷ്ട്രപതിയാണ്. 11ാമത്തെ വ്യക്തിയാണ്, 12ാമത്തെ രാഷ്ട്രപതിയാണ്. അവിവാഹിതനായിട്ടുള്ള ഏക രാഷ്ട്രപതിയാണ്. അവിവാഹിതനായ ഏക രാഷ്ട്രപതിയാണ്. ഹൂവർ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യക്കാരനാണ്. ഹൂവർ പുരസ്കാരം നേടിയിട്ടുള്ള ആദ്യ ഏഷ്യക്കാരനാണ്. ശാസ്ത്രജ്ഞനായിട്ടുള്ള രാഷ്ട്രീയക്കാരില്ലാത്ത രാഷ്ട്രപതിയാണ്. പീപ്പിൾസ് ജനങ്ങളുടെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നു. യുദ്ധവിമാനം സുഖോയ്, അന്തർവാഹിനി, സിന്ധു രക്ഷക് എന്നിവയിൽ യാത്ര ചെയ്തിട്ടുള്ള ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി. സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യ രാഷ്ട്രപതിയാണ്. സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ചിട്ടുള്ള ആദ്യ രാഷ്ട്രപതി. ₹1 മാത്രം പ്രതിമാസ ശമ്പളം കൈപ്പറ്റിയിരുന്ന രാഷ്ട്രപതിയാണ്. കേരളത്തിന് 10 കർമ്മ പരിപാടി സംഭാവന ചെയ്ത രാഷ്ട്രപതിയാണ്. പുറ പദ്ധതിയുടെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. പൊക്രാനിലെ ഇന്ത്യയുടെ 2ാം ആണവ പരീക്ഷണ സമയത്ത് മേജർ ജനറൽ പൃഥ്വിരാജ് എന്ന രഹസ്യനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് APJ അബ്ദുൽ കലാമാണ്. പൊക്രാനിലെ ഇന്ത്യയുടെ 2ാം ആണവ പരീക്ഷണ സമയത്ത് മേജർ ജനറൽ പൃഥ്വിരാജ് എന്ന രഹസ്യനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് APJ അബ്ദുൽ കലാമാണ്. അബ്ദുൽ കലാമിൻ്റെ സന്ദർശനത്തിൻ്റെ സ്മരണാർത്ഥം മെയ് 26 ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച രാജ്യം സ്വിറ്റ്സർലാൻഡാണ്. അബ്ദുൽ കലാം ആരംഭിച്ച ഈ ന്യൂസ് പേപ്പറാണ് ബില്യൺസ് ബീറ്റ്സ്. APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയാണ് അഗ്നിച്ചിറകുകൾ. APJ അബ്ദുൽ കലാമിനെതിരെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മലയാളി വനിതയാണ് ലക്ഷ്മി സായ്ക്കാൾ. ഐ വിൻ ലോ ഈസ് എ ക്രൈം എന്ന് പറഞ്ഞത് APJ അബ്ദുൽ കലാമാണ്. 1997 ഭാരതരത്നം ലഭിച്ചു. 2010 മുതൽ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനമായിട്ട് ഐക്യരാഷ്ട്രസഭ ആഘോഷിക്കുന്നു. അപ്പോൾ ഒക്ടോബർ 15 വിദ്യാർത്ഥി ദിനം അല്ലേ. 2010 മുതൽ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമായിട്ടുള്ള ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനമായിട്ട് ഐക്യരാഷ്ട്രസഭ ആഘോഷിക്കുന്നു. സ്കൂളുകളിലെ കലാമിൻ്റെ ജീവിതം പാഠ്യവിഷയമാക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. APJ അബ്ദുൽ കലാമിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം ലൈറ്റ് ഫ്രം മാനി ലാംപ്സ് ആണ്. APJയുടെ കവിതാ സമാഹാരം ഏനൂദായ പ്രയാണ മൈ ജേണി എന്ന പേരിൽ അദ്ദേഹം തന്നെ അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇനി അബ്ദുൽ കലാമിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം പേയ്ക്കരുമ്പാണ്. രാമേശ്വരത്തെ പേയ്ക്കരുമ്പാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം. പ്രധാന കൃതികൾ അഗ്നിച്ചിറകുകൾ, ഇൻസ്പയറിംഗ് തോട്ട്സ്, മിഷൻ ഇന്ത്യ, ദ ലുമിനസ് സ്പാർക്കസ്, മൈ ജേണി. ഇനി പ്രതിഭ പാട്ടീലാണ്. 2007 മുതൽ 2012 വരെയാണ് അല്ലേ. ജനനം 1934 ഡിസംബർ 19 ജൽഗാവ്, മഹാരാഷ്ട്രയിലെ ജൽഗാവിലാണ്. രാഷ്ട്രപതിയായ 12ാമത്തെ വ്യക്തിയാണ് അല്ലേ. അദ്ദേഹം 12ാമത്തെ വ്യക്തിയാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയായ പ്രഥമ വനിതയാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയായിട്ടുള്ള പ്രഥമ വനിതയാണ്. രാജസ്ഥാനിലെ ആദ്യ വനിതാ ഗവർണറാണ്. രാജസ്ഥാനിലെ ആദ്യ വനിതാ ഗവർണറായിരുന്നു. യുദ്ധ ടാങ്കിൽ സഞ്ചരിച്ച ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയാണ്. സ്വത്തുവിവരം വെളിപ്പെടുത്തിയ ആദ്യ രാഷ്ട്രപതിയാണ്. ഇനി അടുത്തതായിട്ട് പ്രണബ് മുഖർജിയാണ്. 2012 മുതൽ 17 വരെ ഉണ്ടായിരുന്നത്. ജനനം 1935 ഡിസംബർ 11 മിറാത്തി, ബംഗാളിൽ. മരണം 2020 ഓഗസ്റ്റ് 31. രാഷ്ട്രപതിയായ 13ാമത്തെ വ്യക്തിയാണ്. കേന്ദ്ര ധനകാര്യമന്ത്രിയായ ശേഷം രാഷ്ട്രപതിയാകുന്ന 2ാമത്തെ വ്യക്തിയാണ്. അമേരിക്കയുമായിട്ട് 123 ഉടമ്പടി ഒപ്പുവെച്ച കേന്ദ്രമന്ത്രിയാണ്. എളുപ്പമുണ്ട് അല്ലേ. 123 പ്രധാന കൃതികൾ ദ Coalition's Years, The Dramatic Decade, The Indira Gandhi Years, The Turbulent Years, Thoughts and Reflections. ഇനി സമൂഹമാധ്യമമായ ട്വിറ്ററിൽ അംഗത്വം എടുത്ത ഈ ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. സാന്റാക്ലോസിൻ്റെ ഔദ്യോഗിക വസതി സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി. രാംനാഥ് കോവിന്ദ്. 2017 മുതൽ 2022 വരെയായിരുന്നു. ജനനം 1945 ഒക്ടോബർ 1 പൗറങ്കിൽ, ഉത്തർപ്രദേശിൽ. രാഷ്ട്രപതിയാകുന്ന 14ാമത്തെ വ്യക്തിയും 15ാമത്തെ രാഷ്ട്രപതിയുമാണ്. ദളിത് വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതിയായിട്ടുള്ള 2ാമത്തെ വ്യക്തിയാണ്. രാഷ്ട്രപതിയാകുന്ന ആദ്യ BJP നേതാവ്. ഉത്തർപ്രദേശിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ് അല്ലേ. കറണ്ട് 2022 മുതലാണ്, ജൂലൈ മുതലാണ് വന്നിട്ടുള്ളത്. ഇനി ജനനമാണെങ്കിൽ 1958 ജൂൺ 20 അല്ലേ. ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള രാഷ്ട്രപതിയാണ് കേട്ടോ. ബൈദാപോസി ഗ്രാമം, മയൂർഭഞ്ച് ജില്ല, ഒഡീഷയിൽ നിന്നുമാണ്. രാഷ്ട്രപതിയാകുന്ന 15ാമത്തെ വ്യക്തിയാണ് അദ്ദേഹം. ഇന്ത്യൻ രാഷ്ട്രപതിയായ 2ാമത്തെ വനിതയാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയായിട്ടുള്ള ആദ്യ ഗോത്രവിഭാഗത്തിൽ STയിൽ നിന്നുള്ള വ്യക്തിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ഒഡീഷയിൽ നിന്നും രാഷ്ട്രപതിയായിട്ടുള്ള ആദ്യ വനിതയും 2ാമത്തെ വ്യക്തിയുമാണ്. 2022 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ദ്രൗപദി മുർമുവിന് ലഭിച്ച ആകെ വോട്ട് മൂല്യം എന്ന് പറയുന്നത് 6,76,803 അല്ലേ. 64.03%. ജാർഖണ്ഡ് ഗവർണറായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന ആദ്യ വ്യക്തിയാണ്. ജാർഖണ്ഡിലെ ആദ്യ വനിതാ ഗവർണറായിരുന്നു. കാലാവധി പൂർത്തിയാക്കിയ ആദ്യ ജാർഖണ്ഡ് ഗവർണറാണ്. ഇനി ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി ചോദിച്ചാൽ അത് ദ്രൗപദി മുർമു ആണ്. ഏറ്റവും പ്രായം കൂടിയ രാഷ്ട്രപതിയാണെങ്കിൽ അത് KR നാരായണനാണ്. ആക്ടിംഗ്
പ്രസിഡന്റ്, ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് വി വി ഗിരിയാണ്. ഏറ്റവും കൂടുതൽ കാലം ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നത് ബി ഡി ജെട്ടിയാണ്. ഏറ്റവും കുറച്ചു കാലം ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നത് ജസ്റ്റിസ് എം ഹിദായത്തുള്ളയാണ്. ഇനി സ്വതന്ത്രാനന്തര ഇന്ത്യ എന്നുള്ള ഭാഗത്ത് നിന്നുള്ള ബാക്കി കുറച്ചുകൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതോട് കൂടിയിട്ട് ഇന്നത്തോടുള്ള ക്ലാസ്സോട് കൂടിയിട്ട് നമ്മളുടെ ഈ ഒരു ഭാഗം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സ്വതന്ത്രാനന്തര ഇന്ത്യ നമ്മളുടെ സിലബസിലുള്ള എല്ലാം കംപ്ലീറ്റ് ആക്കി എന്ന് നമുക്ക് പറയാം. നോക്കാം. ഗഗൻയാൻ ഇന്ത്യയുടെ ആദ്യ മാൻഡ് സ്പേസ് മിഷനാണ്. മാൻഡ് സ്പേസ് മിഷൻ ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് പേപ്പറിൽ, ക്വസ്റ്റ്യൻ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഗഗൻയാൻ്റെ വിക്ഷേപണ വാഹനം GSLV Mk3 ആണ് കേട്ടോ. GSLV Mk3 ആണ് ഗഗൻയാൻ വിക്ഷേപണ വാഹനം. ISRO ഇൻ്റർനാഷണൽ സിസ്റ്റംസ് യൂണിറ്റ് ആണ് ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമാകുന്ന വ്യോമമിത്ര റോബോട്ട് വികസിപ്പിക്കുന്ന സ്ഥാപനം. IISU വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം. ഗഗൻയാൻ പദ്ധതിയിൽ ISROയുമായി സഹകരിക്കുന്ന വിദേശ രാജ്യമാണ് ഫ്രാൻസും റഷ്യയും. ആരൊക്കെയാണ്? ഫ്രാൻസും റഷ്യയുമാണ്. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന് തയ്യാറെടുക്കുന്ന ബഹിരാകാശ സഞ്ചാരികൾ പരിശീലനം നൽകുന്ന രാജ്യമാണ് റഷ്യ. പദ്ധതിയുടെ ആരംഭകാലത്ത് ഗഗൻയാനിന് നേതൃത്വം നൽകുന്നതിനായിട്ട് തെരഞ്ഞെടുത്ത മലയാളി ശാസ്ത്രജ്ഞയാണ് VR ലളിതാംബിക. R ഹട്ടൻ ആണ് ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടർ. ദൗത്യം പൂർത്തിയാകുന്നതോടെ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന 4ാമത്തെ രാജ്യമാകും ഇന്ത്യ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിച്ച മറ്റ് രാജ്യങ്ങളാണ് റഷ്യ, ചൈന, അമേരിക്ക. 2021 ജൂലൈയിൽ പരീക്ഷിച്ച ഗഗൻയാൻ ദൗത്യത്തിന് വിക്ഷേപണ വാഹനമായ GSLV Mk3 ദ്രവ എഞ്ചിനാണ് വികാസ്. 2022 ഏപ്രിലിൽ വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ വാണിജ്യ ഇമേജിംഗ് സാറ്റലൈറ്റാണ് ശകുന്തള. TD2 ആണ്. ISRO ഇന്ത്യയുമായിട്ട് ആദ്യമായിട്ട് പരീക്ഷിച്ച ബഹിരാകാശ യാത്രികർക്ക് സുരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് പാഡ് അബോട്ട് ടെസ്റ്റ്. 2021 ചൊവ്വയിൽ എത്തിച്ചേർന്ന നാസയുടെ പര്യവേഷണ പേടകമാണ് പെർസീവിയറൻസ്. ഇനി ഭുവൻ കേരളയാണ്. കേരളത്തിലെ സമഗ്ര വികസനത്തിനായിട്ട് ISRO വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹാധിഷ്ഠിത സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ് ഭുവൻ കേരള. ചൊവ്വ പര്യവേഷണത്തിനായിട്ട് 3 അന്താരാഷ്ട്ര പേടകങ്ങൾ 2021 ഫെബ്രുവരിയിൽ ചുവന്ന ഗ്രഹമായ ചൊവ്വയിൽ എത്തിച്ചേർന്നു. ഇന്ത്യയിൽ നാസയുടെ പര്യവേഷണ പേടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് പെർസീവിയറൻസ് ആണ്. അപ്പം UP അസിസ്റ്റൻറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ഏരിയ ഒക്കെ ശരിക്കും നോക്കി വെക്കേണ്ടതുണ്ടെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. ചൊവ്വ പര്യവേക്ഷണത്തിനായിട്ട് 3 അന്താരാഷ്ട്ര പേടകങ്ങൾ 2021 ഫെബ്രുവരിയിൽ ചുവന്ന ഗ്രഹമായ ചൊവ്വയിൽ എത്തിച്ചേർന്നു. അതിൽ നാസയുടെ പര്യവേക്ഷണ പേടകം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് പെർസീവിയറൻസ് ആണ്. നാസ പെർസീവിയറൻസ്. ഇനി വിക്ഷേപണ വാഹനങ്ങളാണ് നോക്കാനുള്ളത്. ബഹിരാകാശ പഠനത്തിനായിട്ട് കൃത്രിമ ഉപഗ്രഹങ്ങളും മനുഷ്യനെയും ബഹിരാകാശത്തെ എത്തിക്കാൻ ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനങ്ങളാണ് റോക്കറ്റുകൾ. മനുഷ്യൻ ഇന്നേവരെ നിർമ്മിച്ച റോക്കറ്റുകളിൽ ഏറ്റവും വലുത് സാറ്റേൺ 5 ആണ്. SCRT-യിലുള്ളതാണ് സാറ്റേൺ 5. റോക്കറ്റുകളിൽ മുഖ്യധർമ്മം ഭൂമിയുടെ ആകർഷണത്തെ അതിജീവിച്ച് മനുഷ്യനെയും ഉപഗ്രഹത്തെയും ബഹിരാകാശത്ത് എത്തിക്കുക എന്നതാണ് റോക്കറ്റുകളുടെ മുഖ്യധർമ്മം ആയിട്ടുള്ളത്. ഇനി GSLV Mk3 ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഭാരം കൂടിയ റോക്കറ്റാണ് GSLV Mk3. 640 ടണ്ണാണ്. GSLV Mk3 വിക്ഷേപിച്ച തീയതി 2017 ജൂൺ 5-നാണ്. GSLV Mk3 അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഫാറ്റ് ബോയ്, ബാഹുബലി, ഒബീഡിയൻറ്റ് ബോയ്. GSLV Mk3യുടെ ആദ്യ പരീക്ഷണ വിക്ഷേപണം നടന്നത് 2014 ഡിസംബർ 18. ഇനി RLV TD ആണ്. പുനരുപയോഗിക്കാൻ കഴിയുന്ന ISROയുടെ വിക്ഷേപണ വാഹനമാണ് RLV TD. RLV TDയുടെ ആദ്യ പരീക്ഷണ വിക്ഷേപണം നടന്നത് 2016 മെയ് 23-നാണ്. വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ ആണ്. PSLV C-37 ഒറ്റ വിക്ഷേപണത്തിൽ 104 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുള്ള ISROയുടെ വിക്ഷേപണ വാഹനമാണ് PSLV C-37. PSLV C-37 വിക്ഷേപിച്ച തീയതിയാണെങ്കിൽ 2017 ഫെബ്രുവരി 15 സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നുമാണ്. ഇന്ത്യൻ ഉപഗ്രഹങ്ങളുടെ എണ്ണം 3 ആണ്. സെഞ്ചുറി അടിച്ച് ISRO. അപ്പം ISROയുടെ 100ാമത്തെ ദൗത്യം PSLV C-21. PSLV C-21 വിക്ഷേപിച്ചത് 2012 സെപ്റ്റംബർ 9-നാണ്. ISROയുടെ 101ാമത്തെ ദൗത്യമാണ് PSLV C-20. PSLV C-20 വിക്ഷേപിച്ചത് 2013 ഫെബ്രുവരി 25. ഉപഗ്രഹങ്ങളിലും സെഞ്ചുറി. ISROയുടെ 100ാമത്തെ ഉപഗ്രഹം കാർട്ടോസാറ്റ് 2F ആണ്. വിക്ഷേപണ വാഹനം PSLV C-40. വിക്ഷേപണ തീയതി 2018 ജനുവരി 12. ഉപഗ്രഹങ്ങളുടെ എണ്ണം 31 ആണ്. 3 ഇന്ത്യൻ ഉപഗ്രഹങ്ങളും 28 വിദേശ ഉപഗ്രഹങ്ങളുമായിരുന്നു. PSLV C-38 ഒറ്റ വിക്ഷേപണത്തിൽ 31 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുള്ള വിക്ഷേപണ വാഹനമാണ് PSLV C-38. ഇന്ത്യൻ ഉപഗ്രഹങ്ങളുടെ എണ്ണം 2 ആണ്. കാർട്ടോസാറ്റ് 2E ആണ് അല്ലേ. വിദേശ ഉപഗ്രഹങ്ങളുടെ എണ്ണം 29. PSLV C-34 ആണെങ്കിൽ PSLV C-34 വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ ആണ്. PSLV C-34ലെ ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം കാർട്ടോസാറ്റ് 2C ആണ്. ഇനി PSLV C-34ലെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം സ്വയം ആണ്. PSLV C-34ലെ ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉപഗ്രഹങ്ങളാണ് സത്യഭാമ സാറ്റ് അല്ലെ, ചെന്നൈ
സത്യഭാമ സാറ്റാണ്. സ്വയം പൂനെയിൽ നിന്ന്. ഇനി SSLV ആണ്. 500 kg വരെ ഭാരമുള്ള ഉപഗ്രഹത്തെ 500 km ലിയോയിലേക്ക് വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന 3 ഘട്ടമുള്ള സോളിഡ് വാഹനമാണ് SSLV, സ്മാൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. PSLV C-53 DSEO അത് 2022 ജൂൺ 30 വിക്ഷേപിച്ച ദൗത്യമാണ്. PSLV Cയുടെ 55ാമത് ദൗത്യമാണിത്. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ രണ്ടാമത്തെ സമർപ്പിത വാണിജ്യ ദൗത്യമാണ് PSLV C-53. കലാം 100 2022 മെയ്യിൽ സ്വകാര്യ ബഹിരാകാശ സംരംഭമായ സ്കൈ റൂട്ട് എയ്റോസ്പേസ് വിജയകരമായി പരീക്ഷിച്ച റോക്കറ്റ് എഞ്ചിനാണ്. വിക്രം 1 റോക്കറ്റിൻ്റെ 3ാം ഘട്ടം എഞ്ചിനുമായിട്ട് പ്രവർത്തിക്കുന്ന റോക്കറ്റ് എഞ്ചിനാണ് കലാം 100. ISROയുമായി ഔദ്യോഗിക കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള ആദ്യ സ്പേസ് ടെക് സ്റ്റാർട്ടപ്പ് ആണ് സ്കൈ റൂട്ട് എയ്റോസ്പേസ്. മനുഷ്യൻ ചന്ദ്രനിൽ. മനുഷ്യൻ ഇന്നേവരെ കാലുകുത്തിയ ഏക അന്യഗോളം ചന്ദ്രനാണ്. ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയവർ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ് ആഡ്രിനൽ. അമേരിക്കയിൽ നിന്നുമാണ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം 1969 ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ജൂലൈ 21. ആദ്യമായിട്ട് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങാൻ ഉപയോഗിച്ച അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ വാഹനം അപ്പോളോ 2 ആണ്. അപ്പോളോ 2 എന്ന ബഹിരാകാശ വാഹനത്തെ നിയന്ത്രിച്ചിരുന്നത് മൈക്കിൾ കോളിൻസ് ആയിരുന്നു. ചാന്ദ്രദിനമായിട്ടുള്ള ആചരിച്ച ദിവസം ജൂലൈ 21. രാജ്യം ബഹിരാകാശ ഏജൻസി ഇന്ത്യ ISRO, USA നാസ, യൂറോപ്പ് ESA, ജപ്പാൻ JAXA, ഇനി റഷ്യ RSA, ചൈന CNSA. SCRT ക്വസ്റ്റ്യൻ പോൾ നോക്കാം. ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന ഇന്ത്യയിലെ 2 ഏജൻസികളുടെ പേരെഴുതുക. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെ? തുമ്പയിലാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന നിലവിൽ വന്ന വർഷം 1969 അല്ലേ ISRO നിലവിൽ വന്നിട്ടുള്ളത്. ശാസ്ത്രരംഗത്ത് ഹോമി ജഹാംഗീർ ബാബയുടെ പങ്ക് വ്യക്തമാക്കുക. ശാസ്ത്ര വ്യവസായ ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകി. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, ഇന്ത്യയുടെ ആണവോർജ്ജ കമ്മീഷൻ ചെയർമാൻ. ഇതോടുകൂടി നമ്മളുടെ സ്വതന്ത്രാനന്തര ഇന്ത്യ എന്നുള്ള ആ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി യങ് ആനിമൽസ് ആണ്. യങ് ആനിമൽസ് നോക്കാം. ആൻഡ്ലിംഗ് അല്ലേ, ആൻഡ്ലിംഗ്. ആൻറ്റിലോപ്പ് ആണെങ്കിൽ കിഡ്, കാഫ്. ആൻറ്റിലോപ്പ്, കിഡ്, കാഫ്. എപ്പെ ഇൻഫാൻറ്റ്. ആസ് ആണെങ്കിൽ ഫോയൽ കോൾട്ട്, ഫില്ലി. ബാറ്റ് ആണെങ്കിൽ ബാറ്റ്, പപ്പ്. ബിയർ, കബ്ബ്. ബേർഡ്, നെസ്റ്റ്ലിംഗ്, ഹാച്ച്ലിംഗ്, ചിക്ക്. ബേർഡ്. ബോറ്, മെയിൽ ഓഫ് സ്വൈനാണ്. പിഗ്ലെറ്റ്, പോർക്ലിംഗ്, കാഫ്. ബോറാണെങ്കിൽ പിഗ്ലെറ്റ്, പോർക്ലിംഗ്, കാഫ്. ബഫാലോ, കാഫാണ്. ബുള്ള് ഏതാണ്? കാൽഫാണ്. ബട്ടർഫ്ലൈ, കാറ്റർപില്ലറാണ്, നമുക്കറിയാം. ക്യാമൽ ആണെങ്കിൽ കാൾഫ് അല്ലെങ്കിൽ ഫോയിൽ. ഇനി ക്യാറ്റ്, കിറ്റൺ. ക്യാറ്റിലാണെങ്കിൽ കാൾഫാണ്. കാൾഫ്. കോക്ക്, കോക്കറൽ. ഇനി കൗവാണെങ്കിൽ കാഫാണ്. കൗവ്, കാൾഫ്. ഡിയർ, ഫൗൺ, കാൾഫ്, കിഡ്. ഡോഗ്, പപ്പി. ഡോങ്കി, ഫോയൽ, കോൾട്ട്, ഫില്ലി. ഡക്ക്, ഡക്ലിംഗ്. ഈഗിൾ, ഈഗ്ലെറ്റ്. ഈൽ ഫിഷാണ്, എൽവറാണ്. എൽവർ. എലിഫൻറ്റ്, കാൾഫ്. ഫിഷ്, ഫ്രൈ, മിന്നോ. അപ്പോൾ ഫിഷ് ഫ്രൈ അടിച്ചാൽ നല്ല മിന്നിക്കാം അല്ലേ, അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ, മിന്നോ. ഇനി ഫൗൾ ചിക്കൻ. ഫോക്സ്, കബ്ബ്, കിറ്റ്, പപ്പ്. ഫ്രോഗ്, ടാഡ്പോൾ. ജിറാഫ്, കാഫ്. ഗോറില്ല, ഇൻഫാൻറ്റ്. ഗോട്ട്, കിഡ്. ഗൂസ്, ഗൂസ്ലിംഗ്. ഗ്യുനിയെ, ഫോൾ, ഗിനിക്കോയിലെ. കീറ്റാണ്. ഹെറെ, മെയിലാണ്, ലെവറൻറ്റ്. ഹൗക്ക്, പരുന്താണ്. ചിക്ക്, ഇയാസ്. ഹെന്ന്, പുല്ലറ്റ്, ചിക്ക്. ഹിപ്പോപ്പൊട്ടാമസ് ആണെങ്കിൽ കാൾഫ്. ഹൗണ്ട്, പപ്പ്. ഹോഴ്സ് ആണെങ്കിൽ ഫോയൽ, കോൾട്ട്, ഫില്ലി. കോൾട്ട് എന്ന് പറയുന്നത് മെയിലിനെയാണ്, ഫില്ലി ആണെങ്കിൽ ഫീമെയിൽ. ഇനി കങ്കാരു ആണ്, ജോയാണ്. ലിയോപാഡ്, കപ്പ്. ഇനി ലയൺ, കബ്ബ്, വെൽപ്പ്. മെയർ, ഫില്ലി. മോസ്കിറ്റോ, നിംഫ്, ടംബ്ലർ, റിഗ്ലർ. മോസ്കിറ്റോയിൽ വരുന്നത് നിംഫ്, ടംബ്ലർ, റിഗ്ലർ. ഇനി ഒട്ടർ, നീർനായാണ്. കബ്ബ്, വെൽപ്പ്, പപ്പ്. ഔളാണെങ്കിൽ ഔലറ്റ്, അതുപോലെ തന്നെ ഫ്ലഡ് ഗ്ലീൻ. ഓക്സ്, കാഫ്, സ്റ്റോട്ട്. പീക്കോക്ക്, ചിക്ക്. പിഗ്, പിഗ്ലെറ്റ്, പിഗ്ലിങ്. ഷോട്ട്, ഫാരോ, ഗിൽറ്റ്. ഫീമെയിൽ ആണെങ്കിൽ ഗിൽറ്റ്. ഇനി പീജിയൻ ആണ്. പീജിയൻ, സ്കോബ്, സ്കോക്കർ. റാബിറ്റ്, ഫീമെയിലാണ്. ബണ്ണി, കിറ്റൺ. റാറ്റ്, പപ്പ്, കിറ്റൺ, പിങ്കി.
പപ്പ്, കിറ്റൻ, പിങ്കി. റൈനോസേഴ്സ് ആണെങ്കിൽ കാൾഫാണ്. റൈനോസേഴ്സ് കാൾഫ്. സീല് നീർനായിയാണ് അല്ലേ. ഒട്ടർ എന്ന് പറഞ്ഞാലും നീർനായിയാണ് കേട്ടോ. കാൾഫ്, പപ്പ്, കബ്ബ്. ഷാർക്കാണെങ്കിൽ കബ്ബ്. ഷീപ്പ്, ലാമ്പ്. സ്ക്വിറൽ, സ്കിറ്റ്, പപ്പ്. സ്നേക്ക്, സ്നേക്ക്ലെറ്റ്. സ്പൈഡർലിങ്. സ്റ്റാഗ്, ഫൗൺ. സ്വാൻ ആണെങ്കിൽ സിഗ്നറ്റ് ഫ്ലാപ്പർ. ടൈഗർ, കബ്ബ്, വെൽപ്പ്. ടർക്കി പൗൾട്ട്. വെസൽ, കിറ്റ്. വെയിൽ, കാൾഫ്. ഷാർക്കിൻ്റെയും കാൾഫ് തന്നെയാണ്. ഷാർക്കിൻ്റെ കബ്ബാണ്. വെയിലിൻ്റെതാണെങ്കിൽ കാൾഫ്. വോൾഫ്, കബ്ബ്, വെൽപ്പ്. യാക്ക്, കാൾഫ്. സീബ്ര, ഫോൾട്ട്, കോൾട്ട്. മീലാണെങ്കിൽ ഫില്ലി ആണെങ്കിൽ ഫീമെയിൽ. ഇനി നമുക്ക് നാമവിഭാഗമാണ് പഠിക്കാനുള്ളത്. മലയാളത്തിലെ നാമവിഭാഗം. ശബ്ദവിഭാഗം നമ്മൾ നോക്കിയിരുന്നു അല്ലേ. ഇനി നാമവിഭാഗമാണ്. വാചകത്തിൽ പെടുന്ന ശബ്ദങ്ങളെ അവയുടെ സ്വഭാവം അനുസരിച്ച് നാമം, ക്രിയ, വിശേഷണം എന്നിങ്ങനെ തരംതിരിക്കാം. പേരായ ശബ്ദത്തെ നാമം എന്ന് പറയുന്നു. നാമം എന്ന് പറയുന്നു. ജീവൻ, പേന, പൊന്നാനി, അഗ്നി, കളി, ചിരി, വെളുപ്പ്, കറുപ്പ് എന്നിങ്ങനെയുള്ളത് പേരായ ശബ്ദമാണല്ലോ. അപ്പോൾ അതിനെ നാമം എന്നാണ് പറയുന്നത്. ഇനി നാമം 3 വിധമാണ്. ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം. ദ്രവ്യനാമം നമുക്ക് ഫസ്റ്റ് നോക്കാം. ദ്രവ്യം എന്ന വാക്കിന് ധർമ്മി എന്നർത്ഥം. ധർമ്മം ഉള്ളവന് ധർമ്മി. ഏതെങ്കിലും ഒരു ദ്രവ്യത്തിൻ്റെ അല്ലെങ്കിൽ വസ്തുവിൻ്റെ പേരിനെ കുറിക്കുന്നതാണ് ദ്രവ്യനാമം. ജീവനുള്ളതോ ഇല്ലാത്തതോ ആയ എന്തിനേയും ഇതിൽ ഉൾപ്പെടുത്താം. പശു, വെളിച്ചം, കുയിൽ, രാമൻ, പന്ത്. ഇവയാണ് ദ്രവ്യനാമം. ദ്രവ്യനാമത്തെ 5ആയിട്ട് തിരിക്കുന്നുണ്ട്. സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സമൂഹനാമം, സർവ്വനാമം. ഇങ്ങനെ 5ആയിട്ട് ദ്രവ്യനാമത്തെ തിരിക്കുന്നുണ്ട്. അപ്പം ആദ്യമായിട്ട് ദ്രവ്യനാമത്തിലെ സംജ്ഞാനാമം നോക്കാം. സംജ്ഞാനാമത്തെ ഏകനാമം എന്നും വിളിക്കുന്നു. ഒരു ആളിൻ്റെയോ ശബ്ദത്തിൻ്റെയോ വസ്തുവിൻ്റെയോ പേരായ ശബ്ദത്തെ സംജ്ഞാനാമം എന്ന് പറയുന്നു. ഒരു ആളിൻ്റെയോ സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയോ പേരായ ശബ്ദത്തെ സംജ്ഞാനാമം എന്നാണ് പറയുന്നത്. അപ്പം അതിലുദാഹരണം സ്വാതി, തെങ്ങ്, പാലക്കാട്, പെരിയാർ. സാമാന്യനാമം ഇതിനെ വർഗനാമം എന്നും പറയുന്നു. വ്യക്തികളോ വസ്തുക്കളോ ചേർന്നുള്ള സമൂഹത്തെ സാമാന്യമായിട്ട് പറയുവാൻ ഉപയോഗിക്കുന്ന നാമമാണ് സാമാന്യനാമം. ഇപ്പം ജനങ്ങൾ, മൃഗം, പക്ഷി, കുന്നുകൾ, പട്ടണം, പുഴ, കെട്ടിടങ്ങൾ, അങ്ങനെ മൊത്തത്തിൽ പറയുന്നത് കേട്ടോ. ഇനി മേയനാമമാണെങ്കിൽ ജാതി വ്യക്തി ഭേദം കൽപ്പിക്കുവാൻ കഴിയാത്ത വസ്തുക്കളെ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന നാമമാണ്. പ്രകൃതി പ്രതിഭാസങ്ങൾ മേയനാമമാണ്. ഇപ്പം പാറ, വൈദ്യുതി, മിന്നൽ, മേഘം, തുണി, അഗ്നി, കാറ്റ്, തിരമാല, ഇരുട്ട്, ആകാശം തുടങ്ങിയവ മേയനാമത്തിൽ വരുന്നതാണ്. ഇനി സമൂഹനാമമാണ്. സമൂഹനാമത്തിലെ ഒരു കൂട്ടത്തിൻ്റെ അർത്ഥം ധ്വനിപ്പിക്കുന്ന നാമമാണ് സമൂഹനാമം. ഇപ്പോൾ പറ്റം, കുലം, സഭ, വംശം, പടല അങ്ങനെ വരുന്നതാണ് സമൂഹനാമം. സർവ്വനാമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവൻ, അവൾ, അത്, അങ്ങനെ ഒരാളെ കുറിച്ചിട്ട് പറയുമ്പോൾ പിന്നീട് അവനെ എടുത്തത് പറയുന്നില്ലല്ലോ. അപ്പം അതാണ് സർവ്വനാമം. ഇനി ക്രിയാനാമം നോക്കാം. ഏതെങ്കിലും ക്രിയയുടെ ഭാവത്തെ കുറിക്കുന്ന നാമമാണ് ക്രിയാനാമം. നേടുക എന്ന ക്രിയയിൽ നിന്നുണ്ടാകുന്ന നാമപദമാണ് നേട്ടം, പാട്ട്, ചിരി, ഓട്ടം, ഊഹം, തൂക്കം ഇവയെല്ലാം ക്രിയാനാമങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി ഗുണനാമമാണ്. ഗുണനാമം ഏതിൻ്റെയെങ്കിലും ഗുണത്തെ അല്ലെങ്കിൽ ധർമ്മത്തെ കുറിക്കുന്ന നാമപദമാണ് ഗുണനാമം. മണം, ദയ, ഉയരം, ലാളിത്യം, സ്നേഹം, ഓർമ്മ, തിളക്കം, കറുപ്പ്, ചെറുപ്പം ഇത്രയും ഗുണനാമങ്ങളാണ്. ഈ സർവ്വനാമമാണ്. സർവ്വനാമം എന്ന് പറഞ്ഞാൽ നാമത്തിന് പകരം നിൽക്കുന്ന നാമതുല്യമായ പദമാണ്. എല്ലാ നാമപദങ്ങൾക്കും പകരം ഉപയോഗിക്കാവുന്ന പദങ്ങളാണ് സർവ്വനാമങ്ങൾ എന്ന് പറയുന്നത്. ഒരേ നാമപദം ആവർത്തിക്കുന്നത് കൊണ്ട് വിരസത ഒഴിവാക്കാനാണ് സർവ്വനാമം ഉപയോഗിക്കുന്നത്. അവൻ, അവൾ, അത് എന്ന് തുടങ്ങുന്നതാണ് സർവ്വനാമത്തിൽ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നന്നായിട്ട് പഠിക്കാം.